വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, CH ബൈപ്പാസ്, വണ്ടൂർ. സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമൊരുക്കി ലൈസ. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം. ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. അമ്മായിയമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ മരുമകനെ കോടതി റിമാൻഡ് ചെയ്തു. 39-കാരനായ വണ്ടൂർ നടുവത്ത് മനക്കൽപ്പടി ചേന്നംകുളങ്ങര ഷമീറിനെയാണ് പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ള സംഘം കൊലപാതകം നടന്ന വീട്ടിൽ പരിശോധന നടത്തി തെളിവ് ശേഖരിച്ചു. പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം അടുത്ത ദിവസം ഇയാളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തും. ഇന്നലെ 5 മണിക്കാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നിരുന്നത്. ഭക്ഷണത്തിന് കോഴിയിറച്ചി വാങ്ങാത്തതിലുള്ള ദേഷ്യമാണ് ക്രൂരമായ കൊലപാതകത്തിൽ കലാശിച്ചത്. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഷമീർ കോഴിക്കറി ഇല്ലാത്തതിന്റെ വിരോധത്തിൽ കയ്യിലുണ്ടായിരുന്ന തേങ്ങ വലിക്കുന്ന വലിയ കത്തി ഉപയോഗിച്ച് ഭാര്യ സജനയെ വെട്ടാനോങ്ങുകയായിരുന്നു. ഇതിനിടെ സജന കുട്ടികളുമായി പുറത്തേക്കോടി രക്ഷപ്പെട്ടു. ഈ സമയം പുറത്ത് പാത്രം കഴുകുകയായിരുന്ന 56-കാരിയായ ഭാര്യ മാതാവ് സെൽമത്തിനെ പിന്നിൽ നിന്ന് വെട്ടുകയായിരുന്നു. നിലത്ത് വീണതിനു ശേഷം നിരന്തരം വെട്ടുകയും കാലുകൊണ്ട് ചവിട്ടുകയും ചെയ്തു. നിന്നെ ഇവിടെ ജീവിക്കുവാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു അക്രമം. തലയ്ക്ക് ഗുരുതര വെട്ടേറ്റ സൽമത്ത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. കൈപിടിച്ച് മരണം ഉറപ്പുവരുത്തിയാണ് സമീർ പുറത്തിറങ്ങിയത്. ഓടിക്കൂടിയ നാട്ടുകാരാണ് സമീറിനെ തടഞ്ഞുവെക്കുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തത്. പോലീസ് സ്ഥലത്തെത്തി ഇയാളെയും കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധവും കസ്റ്റഡിയിലെടുത്തു. സംഭവ സമയത്ത് ഷമീർ മദ്യലഹരിയിലായിരുന്നു. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സെൽവത്തിന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്വദേശമായ കൊണ്ടോട്ടി ഓമാനൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഷമീർ നിരന്തരം ഭാര്യയെയും മക്കളെയും അമ്മായിയമ്മയെയും ഉപദ്രവിക്കുക പതിവാണ്. ഇവരെല്ലാവരും ഒരുമിച്ചാണ് താമസം. ഭാര്യ സജനയെയും കൊല്ലപ്പെട്ട സെൽമത്തിനെയും ഉപദ്രവിക്കുന്നതിനെ തുടർന്ന് വണ്ടൂർ പോലീസിൽ സ്ഥിരമായി പരാതി ഉണ്ടാവാറുണ്ട്. ഭാര്യ നൽകിയ സ്ത്രീധന പീഡന പരാതിയും ഷമീറിനെതിരെ വണ്ടൂർ പോലീസിലുണ്ട്. നിലമ്പൂർ ഡിവൈഎസ്പി വർഗീസിന്റെ മേൽനോട്ടത്തിൽ വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ A. അജേഷ് കുമാറാണ് തുടരന്വേഷണം നടത്തുക. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ.